2024 ജൂൺ 9 ഞായർ. ഇന്ന് 1199 ഇടവം 26. വാർത്തകൾ വായിക്കുന്നത് ജി രവി. NDA സർക്കാർ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് 7:15 ആഭ്യന്തരം, ധനം, BJP തന്നെ. ഘടകകക്ഷികളുമായി വകുപ്പ് ചർച്ച തുടരുന്നു. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 7:15 സ്ഥാനമേൽക്കുന്ന പുതിയ NDA സർക്കാരിൽ ആഭ്യന്തരം, ധനം, പ്രതിരോധം, വിദേശകാര്യം എന്നീ വകുപ്പുകൾ BJP തന്നെ കൈവശം വയ്ക്കുമെന്ന് സൂചന. പ്രത്യയശാസ്ത്രപരമായി പാർട്ടി പ്രാധാന്യം കൽപ്പിക്കുന്ന വിദ്യാഭ്യാസ, സാംസ്കാരിക വകുപ്പുകളും സഖ്യകക്ഷികൾക്ക് നൽകാൻ സാധ്യത കുറവാണ്. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ BJPയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓരോ ഘടകകക്ഷിക്കും എത്ര മന്ത്രിസ്ഥാനം, ഏതൊക്കെ വകുപ്പ് തുടങ്ങിയവ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ്. 2019 പ്രധാനമന്ത്രിക്കൊപ്പം ഘടകകക്ഷികളിൽ നിന്നുൾപ്പെടെ 24 ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള 9 സഹമന്ത്രിമാരും 24 സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. സഖ്യകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയായാലേ BJPയിൽ നിന്ന് എത്ര മന്ത്രിമാരെന്ന കാര്യത്തിൽ അന്തിമ രൂപമാകൂ. കേരളത്തിൽ നിന്നുള്ള ഏക BJP MP സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമോ കിട്ടുമെന്നാണ് സൂചന. ആഭ്യന്തരം മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് കൈമാറി ധനമന്ത്രാലയം അമിത്ഷാ ഏറ്റെടുത്തേക്കുമെന്ന ചർച്ച BJPക്കുള്ളിലുണ്ട്. പാർട്ടി അധ്യക്ഷ പദവിയിൽ ഈ മാസം കാലാവധി തീരുന്ന നഡ്ഡ മന്ത്രിസഭയിൽ തിരിച്ചെത്താനും സാധ്യതയുണ്ട്. കഴിഞ്ഞ സർക്കാരിലെ പ്രമുഖരായ രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും മന്ത്രിസഭയിൽ തുടരും. തെലുങ്ക് ദേശം പാർട്ടിയിൽ നിന്ന് റാം മോഹൻ നായിഡു, ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസനി എന്നിവർക്കാണ് മുൻതൂക്കം. ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ ലോകേഷ് നിയമസഭയിലേക്കാണ് ജയിച്ചതെങ്കിലും കേന്ദ്രമന്ത്രി ആയേക്കുമെന്ന അഭ്യൂഹമുണ്ട്. BJDയുവിൽ നിന്ന് ലലൻ സിംഗ്, സഞ്ജയ് കുമാർ ഝാ, രാംനാഥ് ഠാക്കൂർ എന്നിവർക്കാണ് സാധ്യത. JDയുവിന് ഒരു സഹമന്ത്രി കൂടിയുണ്ടാകും. LJP രാംവിലാസ് അധ്യക്ഷൻ ചിരാഗ് പസ്വാനും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. RJDയുടെ ജയന്ത് ചൗധരി ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളും മന്ത്രിസഭയിലുണ്ടാകും. അവയവ കച്ചവടം, ഇരകളെ നിശബ്ദരാക്കാൻ ഭീഷണി. പണം വാങ്ങി അവയവ വിൽപ്പന നടത്തുന്നവരും പ്രതിയാകുമെന്ന് പറഞ്ഞാണ് ഭയപ്പെടുത്തുന്നത്. അവയവ കച്ചവടത്തിൻ്റെ ഇരകളായ മലയാളികൾ പ്രതികൾക്കെതിരെ മൊഴി നൽകാതിരിക്കാൻ അവയവ കച്ചവട സംഘത്തിൻ്റെ ഭീഷണി സന്ദേശം. ഇന്ത്യയിൽ നിലവിലുള്ള ഇത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് അനുസരിച്ച് പണം വാങ്ങി സ്വന്തം അവയവം വിൽപ്പന നടത്തുന്നവരും കേസിൽ പ്രതിയാകുമെന്ന് പറഞ്ഞാണ് ഇരകളുടെ വായടപ്പിക്കാൻ ശ്രമം. അവയവ കച്ചവട സംഘം കബളിപ്പിച്ച് അവയവം തട്ടിയെടുത്തതായി കേസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസിനോടും മാധ്യമങ്ങളോടും വെളിപ്പെടുത്തിയ ഇരകളിൽ ചിലർ പിന്നീട് ഭയപ്പെട്ട് പിന്മാറിയിരുന്നു. അവയവ കച്ചവട നിരോധന നിയമത്തിലെ 19-ാം വകുപ്പിനെ ദുർവ്യാഖ്യാനം ചെയ്താണ് സംഘം ഇരകളെ ഭീഷണിപ്പെടുത്തുന്നത്. അവയവ കച്ചവടം രാജ്യാന്തര സ്വഭാവമുള്ള സംഘടിത കുറ്റകൃത്യമായതോടെ ഇരകളെ സംരക്ഷിക്കുന്ന നിയമ ഭേദഗതി സർക്കാരിൻ്റെ പരിഗണനയിലാണ്. പോലീസും കോടതികളും സമീപകാലത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇരകളെ മാപ്പുസാക്ഷികളാക്കിയും കേസ് ശക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ ഇരകളുടെ ഫോണിലേക്ക് മലയാളത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളാണ് വരുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവ കച്ചവട കേസുകളിൽ സിറ്റി പോലീസ് പരിധിയിലുള്ള പനങ്ങാട് സ്റ്റേഷനിലാണ് കൂടുതൽ പരാതികൾ ലഭിക്കുന്നത്. തായ്ലാൻഡ് ജോലി തട്ടിപ്പ് വീണ്ടും. ഒരു യുവാവ് മ്യാൻമറിൽ കുടുങ്ങി. ജോലി വാഗ്ദാനം ചെയ്ത് തായ്ലാൻഡിൽ എത്തിച്ച ഏജന്റ് തന്നെ മ്യാൻമറിലെ സൈബർ തട്ടിപ്പ് സംഘത്തിന് കൈമാറിയെന്ന് യുവാവ്. മ്യാൻമറിലെ സായുധ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ ജില്ലയിൽ നിന്ന് കൂടുതൽ യുവാക്കൾ അകപ്പെട്ടതായി സൂചന. നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സൽമാൻ നാട്ടിലെത്തിയ ശേഷം കണ്ണൂർ സ്വദേശിയായ യുവാവ് വഴിയാണ് തായ്ലൻഡിലേക്ക് വിസ ലഭിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 7-നാണ് പുറപ്പെട്ടത്. കമ്പനി ജോലി എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ എത്തിയതിനു ശേഷം ഏജന്റ് സായുധ സംഘത്തെ ഏൽപ്പിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത്. ബാങ്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തും മറ്റും സൈബർ തട്ടിപ്പിനാണ് സംഘം തന്നെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് കുടുംബത്തിനയച്ച സന്ദേശത്തിൽ സൽമാൻ അറിയിച്ചു. മോചനത്തിന് 8 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടതായും സംഘത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ ക്രൂരമായി ഉപദ്രവിക്കുന്നതായും സന്ദേശത്തിലുണ്ടായിരുന്നു. നേരത്തെ മലപ്പുറം വള്ളിപ്പറ്റ സ്വദേശികളായ 2 യുവാക്കളുടെ ബന്ധുക്കൾ സമാന പരാതി നൽകിയിരുന്നു. തായ്ലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് മ്യാൻമറിൽ എത്തിച്ച ശേഷം സൈബർ തട്ടിപ്പിന് ഉപയോഗിച്ചെന്ന വെളിപ്പെടുത്തലുമായി മഞ്ചേരി സ്വദേശിയായ യുവാവ് ഈയിടെ രംഗത്തെത്തിയിരുന്നു. നഷ്ടപരിഹാരം നൽകിയാണ് യുവാവ് രക്ഷപ്പെട്ടത്.
ഇസ്രായേൽ ആക്രമണത്തിൽ 210 മരണം, 4 ബന്ദികളെ മോചിപ്പിച്ചു. അഭയാർത്ഥി ക്യാമ്പിൽ ബോംബാക്രമണം, ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയും കൊന്നു. മധ്യ ഗാസയിലെ അൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ രൂക്ഷമായ ആക്രമണത്തിൽ 210 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 400-ലേറെ പേർക്ക് പരിക്കേറ്റു. ക്യാമ്പിൽ ബന്ദികളായി പാർപ്പിച്ചിരുന്ന 4 ഇസ്രായേലുകാരെ മോചിപ്പിച്ചതായി സൈന്യം അറിയിച്ചു. ഒക്ടോബർ 7-ന് ഹമാസ് ബന്ദികളാക്കിയ 250 പേരിൽ 100ഓളം പേരെ വിട്ടയച്ചിരുന്നു. 40 പേരെങ്കിലും തടവിൽ മരിച്ചതായി കരുതുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ 36,801 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ഏതാനും ബന്ദികളും കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു. ശക്തമായ ബോംബാക്രമണത്തിന് ശേഷമാണ് ഇസ്രായേൽ പ്രത്യേക സേന ഇന്നലെ അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം നടത്തിയത്. ജനത്തിരക്കേറിയ മാർക്കറ്റിലും സമീപത്തെ പള്ളിയിലും ബോംബിട്ടു. ക്യാമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ നിഷ്കരണം വധിച്ചു. ഏതാനും ദിവസങ്ങളിലായി മധ്യ ഗസ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ശക്തമാണ്. 4 ബന്ദികളെ മോചിപ്പിക്കാനായി ഇസ്രായേൽ 100 കണക്കിന് പലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്തെന്ന് പലസ്തീൻ അതോറിറ്റി കുറ്റപ്പെടുത്തി. മധ്യ ഗാസയിലെ അൽ അക്സ ആശുപത്രിയിലെത്തിച്ച മരിച്ചവരിലും പരിക്കേറ്റവരിലും കുട്ടികളും സ്ത്രീകളുമാണ് കൂടുതലെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ നോവ അർഗമണി, മീർജാൻ, ആന്ദ്രേ കെസ്ലേവ്, ശലോമി സിവ് എന്നിവരെയാണ് മോചിപ്പിച്ചത്. US നൽകിയ ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭയാർത്ഥി ക്യാമ്പ് ആക്രമണമെന്നും ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേലിലുള്ള US സൈനിക വിദഗ്ധർ സഹായം നൽകിയെന്നും റിപ്പോർട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിച്ച ഇസ്രായേൽ നടപടിയെ US പ്രസിഡന്റ് ജോ ബൈഡൻ സ്വാഗതം ചെയ്തു. അതേസമയം വംശഹത്യ അവസാനിപ്പിക്കും വരെ ഇസ്രായേലിലേക്കുള്ള കൽക്കരി കയറ്റുമതി നിർത്തിവെക്കുന്നതായി കൊളംബിയ പ്രസിഡന്റ് ഗുസ്താവോ പെദ്രോ അറിയിച്ചു. അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിച്ചവർക്ക് പ്രവേശനം. അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ 1 മുതൽ 9 വരെ ക്ലാസുകളിൽ പഠിച്ചിരുന്ന കുട്ടികൾക്ക് TC ലഭ്യമാകാത്ത സാഹചര്യത്തിൽ അംഗീകാരമുള്ള സ്കൂളുകളിൽ 2 മുതൽ 8 വരെ ക്ലാസുകളിൽ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരവും 9, 10 ക്ലാസുകളിൽ പ്രായത്തിൻ്റെയും പ്രവേശന പരീക്ഷയുടെയും അടിസ്ഥാനത്തിലും പ്രവേശനത്തിന് ഈ അധ്യയന വർഷം അനുമതി നൽകി സർക്കാർ ഉത്തരവായി. സ്കൂൾ കുട്ടികളുടെ കണക്കെടുപ്പ് നാളെ പൂർത്തിയാകും. ജൂലൈ 15-ന് മുൻപ് തസ്തിക നിർണയം പൂർത്തിയാക്കുക ലക്ഷ്യം. സംസ്ഥാന സിലബസ് സ്കൂളുകളിലെ പുതിയ അധ്യയന വർഷത്തെ കുട്ടികളുടെ കണക്കെടുപ്പ് 6-ാം പ്രവൃത്തി ദിനമായ നാളെ പൂർത്തിയാകും. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പുറമെ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിലെ കണക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമ്പൂർണ്ണ പോർട്ടൽ വഴി ശേഖരിക്കുന്നുണ്ട്. പൊതുവിദ്യാലയങ്ങളിലെ തസ്തിക നിർണയം ഈ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. എണ്ണം സംബന്ധിച്ച തട്ടിപ്പും ഇരട്ടിപ്പും ഒഴിവാക്കാൻ കുട്ടികളുടെ ആധാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതുൾപ്പെടെ ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നത് പല സ്കൂളുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. നാളെ വൈകിട്ട് 5 വരെ നൽകുന്ന കണക്ക് മാത്രമേ പരിഗണിക്കൂ. ഈ മാസം 1 വരെ ഈ തരത്തിൽ ശേഖരിച്ച കുട്ടികളുടെ കണക്ക് മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തുറക്കും മുൻപേ പ്രഖ്യാപിച്ചിരുന്നു. കണക്കെടുപ്പ് പൂർത്തിയാകുമ്പോൾ അതിൽ കാര്യമായ വ്യത്യാസമുണ്ടാവാനിടയില്ല. +1 പ്രവേശനം വിജിലൻസ് പരിശോധന ആരംഭിച്ചു. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്ന് അനുവദനീയമായതിലും അധികം തുക PTA ഫണ്ടിലടക്കം ഈടാക്കുന്നുവെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ പ്രത്യേക വിജിലൻസ് സ്ക്വാഡുകൾ രൂപീകരിച്ചു. സ്ക്വാഡുകൾ സ്കൂളുകളിൽ മിന്നൽ പരിശോധന ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന സ്ക്വാഡ്. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ജില്ലാ സ്ക്വാഡിൽ ആ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഉൾപ്പെടുക. അനധികൃതമായി പണം ഈടാക്കുന്നതായി കണ്ടെത്തിയാൽ സ്കൂൾ അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഏകജാലക സംവിധാനം വഴി ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് ലെറ്ററിൽ നിർദ്ദേശിക്കുന്ന ഫീസും ഫണ്ടും മാത്രം പ്രവേശനത്തിനായി അടച്ചാൽ മതിയാകും. അതിനപ്പുറമുള്ള പണം ആവശ്യപ്പെട്ടാലോ അത് സംബന്ധിച്ച വിവരം ലഭിച്ചാലോ നമ്പറുകളിലും ഇമെയിലിലും വകുപ്പ് അധികൃതരെ പരാതി അറിയിക്കാം. ശുഭദിനം. നന്ദി.